സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് XY ലൈൻ വരയ്ക്കുക. ഇനി ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ എ ബി ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി ഹാസ് ഇറ്റ്സ് എൻഡ് 20 മില്ലിമീറ്റർ ആൻഡ് 50 മില്ലിമീറ്റർ എബോവ് HP. അതായത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ രണ്ട് എൻഡ്സ് XYയിൽ നിന്നും 20 മില്ലിമീറ്റർ മുകളിലോട്ട് മാറിയും 50 മില്ലിമീറ്റർ മുകളിലോട്ട് മാറിയാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ അറിയത്തില്ല. സോ 20 മില്ലിമീറ്റർ മുകളിലോട്ട് മാറി നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 50 മില്ലിമീറ്റർ മുകളിലോട്ട് മാറി നമ്മൾ മറ്റൊരു പോയിന്റും ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം ഈ രണ്ട് പോയിന്റിൽ കൂടിയും ലോക്കസ് ലൈൻ വരച്ചിട്ടേക്കുക. നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല. സോ നമ്മൾ ആ ലോക്കസ് ലൈൻ അങ്ങ് വരച്ചിട്ടു. അതിൻ്റെ നെയിം ചെയ്തേക്കുക. ഇത് ലോക്കസ് ഓഫ് എ ഡാഷ് എന്ന് നെയിം ചെയ്യുക. കാരണം XYയുടെ മുകളിലോട്ട് എബോവ് HP എന്ന് പറയുന്നത് എപ്പോഴും ഡാഷ് ഇട്ട് ഫ്രണ്ട് വ്യൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആ 20 മില്ലിമീറ്റർ മുകളിലോട്ട് മാറി എടുത്ത പോയിന്റിനെ നമ്മൾ എ ഡാഷ് ആയിട്ട് അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ 50 മില്ലിമീറ്റർ മുകളിലോട്ട് മാറി നമ്മൾ എടുത്ത പോയിന്റിനെ ബി ഡാഷ് എന്ന് അസ്യൂം ചെയ്തു. കാരണം എന്താ, ക്വസ്റ്റിനകത്ത് പറയുന്ന ലൈനിൻ്റെ രണ്ട് എൻഡാണ്. അതായത് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ രണ്ട് എൻഡായിട്ടുള്ള എ ഡാഷിൻ്റെയും ബി ഡാഷിൻ്റെയും പൊസിഷനാണ് പറയുന്നത്. സോ നമ്മൾ ഈ പോയിന്റിൽ കൂടിയും ഒരു ലോക്കസ് ലൈൻ വരച്ചിട്ടേക്കുക. ഇത് നമ്മൾ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് നെയിം ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താണ്? ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് 70 മില്ലിമീറ്റർ. അതായത് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് 70 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെർട്ടിക്കൽ ട്രേസ് ഈസ് 10 mm എബോവ് HP. സോ വെർട്ടിക്കൽ ട്രേസും പറയുന്നുണ്ട് XYയിൽ നിന്നും 10 മില്ലിമീറ്റർ മുകളിലോട്ട് മാറിയാണ്. സോ 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. വെർട്ടിക്കൽ ട്രേസ് എവിടെയാണെന്ന് അറിയത്തില്ല, XYയുടെ മുകളിലാണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോ അതിനും ഒരു ലോക്കസ് ലൈൻ വരച്ചിടുക. സോ നെയിം ചെയ്യുക ലോക്കസ് ഓഫ് വെർട്ടിക്കൽ ട്രേസ്. ഇത്രയും നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഇനി നമുക്കറിയാം ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും എ ഡാഷ് എന്നുള്ള പോയിന്റ്. സോ നമ്മൾ ആദ്യം ആ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. നമ്മളെപ്പോഴും അങ്ങനെയല്ല, XY ലൈൻ വരച്ച് XYയുടെ മുകളിലോട്ട് 10 മില്ലിമീറ്റർ മുകളിലോട്ട് മാറി ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മാർക്ക് ചെയ്യല്ലേ. സോ അതുപോലെ തന്നെ XYയുടെ മുകളിലോട്ട് മാറി എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇതാണ് എ ഡാഷ്. ഇനി ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് 70 മില്ലിമീറ്റർ ആണെന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ലോക്കസ് ലൈനിൽ എവിടെയെങ്കിലും വരും എന്നുള്ള കാര്യവും നമുക്കറിയാം. സോ നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 70 മില്ലിമീറ്റർ എടുക്കുക. 70 മില്ലിമീറ്റർ കോമ്പസിലെടുത്തു. എ ഡാഷ് സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് ഈ ബി ഡാഷിൻ്റെ ലോക്കസ് ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു. സോ ഈ പോയിന്റ് ആയിരിക്കും നമ്മളുടെ ബി ഡാഷ്. സോ ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. കണ്ടോ? എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ കിട്ടും. ഇനി നമുക്ക് ട്രേസിൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയാം. എ ഡാഷ് ബി ഡാഷ് വി ടി ഡാഷ് എച്ച് ടി ഡാഷ് എപ്പോഴും എല്ലാം ഒരേ ലൈനിലാണ് എന്നുള്ള കാര്യം അറിയാം. സോ നമുക്ക് ഈ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ വെർട്ടിക്കൽ ട്രേസിൻ്റെ ഈ ലോക്കസ് ലൈനിൽ ടച്ച് ചെയ്യിക്കുന്ന പോയിന്റ് ഏതാണോ അതാണ് നമ്മളുടെ സ്മോൾ ലെറ്റർ വി ടി ഡാഷ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രേസ്. ഇത്രയും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ലൈൻ എ ബി ഈസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് VP എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിനകത്തെ ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് 45 ഡിഗ്രി. ലൈൻ റൊട്ടേഷൻ മെത്തേഡിനകത്തെ ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് 45 ഡിഗ്രി. നമ്മൾ ട്രപ്പിസോയിഡൽ മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കാമെങ്കിൽ അതിനകത്ത് അറിയാം എന്താണ് ഫൈ എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് എ ഡാഷ് ബി ഡാഷും അതിൻ്റെ വെർട്ടിക്കൽ ട്രേസും ഈ വെർട്ടിക്കൽ ട്രേസിൽ നിന്ന് തന്നെ നമ്മൾ വരയ്ക്കുന്ന ഒറിജിനൽ ട്രൂ ലെങ്തും തമ്മിലുണ്ടാകുന്ന ഇൻക്ലിനേഷനാണ് 45 ഡിഗ്രി. നമ്മൾ വെർട്ടിക്കൽ ട്രേസിൻ്റെ പ്രോബ്ലം നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം എന്താണ് ഫൈ എന്ന് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രൊട്രാക്ടർ എടുത്തു. ഈ വെർട്ടിക്കൽ ട്രേസ് എവിടെയാണോ വരുന്നത് ആ പോയിന്റിൽ വെച്ച് ഈ എ ഡാഷ് ബി ഡാഷ് വി ടി ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ നിന്നും 45 ഡിഗ്രി
മോളോട്ടോ താഴോട്ടോ എങ്ങോട്ട് വേണേൽ എടുക്കാം. 45 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ വെർട്ടിക്കൽ ട്രേസിൽ നിന്ന് തന്നെ നമ്മൾ ആ 45 ഡിഗ്രിയിൽ ഒരു ലൈൻ അങ്ങ് വരച്ചിട്ടു. ഓക്കെ, സോ ഈ ആംഗിളാണ് ഫൈ, അതായത് 45 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ട്രേസിൻ്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ട്, ഈ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂവും അതിൻ്റെ ട്രൂ ലെങ്തും തമ്മിലുണ്ടാക്കുന്ന ഇൻക്ലിനേഷനാണ് ഫൈ. സോ നമുക്ക് ഈ എ ഡാഷിൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയും ബി ഡാഷിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയും ചെയ്താൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. നോക്കിക്കൊള്ളുക, എ ഡാഷിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അതൊരു പോയിന്റ് എടുത്തു. എ ഡാഷിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ എവിടം വരെ വരയ്ക്കണം? ഈ പോയിന്റ് വരെ വരച്ചു. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. അതുപോലെ ബി ഡാഷിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഓക്കെ, അതും നേരെ നമ്മൾ വരച്ച് ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ ലെറ്റർ ബി. സോ എ ബി എന്ന് പറയുന്നതാണ് ട്രൂ ലെങ്ത്. സോ നമുക്ക് ക്വസ്റ്റിനകത്ത് നിന്ന് ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് ആക്ച്വലി തന്നിട്ടില്ല, ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. സോ ഈ പറയുന്ന എ ബി ആണ് ട്രൂ ലെങ്ത്. ഓക്കെ, അത്രയും നമുക്കറിയാം. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എ കാണണം, സ്മോൾ ലെറ്റർ ബി കാണണം. നമുക്കൊരു കാര്യം അറിയാം, എ ഡാഷും എയും എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും എ വരിക. അതുപോലെ ഈ ബി ഡാഷിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്ന ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും ബി വരിക. ഇനി ട്രപ്പിസോഡൽ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതേണ്ടേ, ഈ എ ഡാഷിൽ നിന്ന് നമ്മൾ വരച്ച ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി XY മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എ ഡാഷിൽ നിന്നും എ വരെ വരയ്ക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ റിവേഴ്സ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഡിസ്റ്റൻസ് എടുത്തു, ഈ ഡിസ്റ്റൻസിനെ, അതായത് എ ഡാഷ് തൊട്ട് എ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അത് അപ്രോക്സിമേറ്റ്ലി 2.5 സെൻറ്റിമീറ്റർ. ആ 2.5 സെൻറ്റിമീറ്റർ താഴോട്ട് എടുത്ത് വരയ്ക്കാമെങ്കിൽ ഈ പോയിൻ്റാണ് സ്മോൾ ലെറ്റർ എ. അതുപോലെ ബി ഡാഷ് തൊട്ട് ട്രൂ ലെങ്തിൻ്റെ ഈ ബി വരെയുള്ള ഡിസ്റ്റൻസ്, ശരിക്കും നമ്മൾ ട്രപ്പിസോഡൽ മെത്തേഡിനത് തിരിച്ചാണ് വരയ്ക്കുന്നത്. ആദ്യം ഇവിടുത്തെ XY തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എടുത്തു, അത് എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ XY തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, അത് ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. നമ്മൾ ഈ കേസിൽ ഡിസ്റ്റൻസ് ഒന്നും തരാത്ത കൊണ്ട് നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. സോ ഇതെന്ന് പറയുന്നത് 9.6. സോ അപ്രോക്സിമേറ്റ്ലി 9.6. സോ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. ഈ എയും ബിയും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യാമെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂവും കിട്ടി. ഓക്കെ, ദിസ് ഈസ് ടോപ്പ് വ്യൂ. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഇനി ഈ ടോപ്പ് വ്യൂവിനെ നമുക്ക് ഇത്രയും നമുക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇവിടുത്തെ ട്രൂ ലെങ്തും കാണണ്ടേ, അതായത് ട്രേസ് എല്ലാം കണ്ടുപിടിക്കണ്ടേ, ഇൻക്ലിനേഷനും കാണണം. XY തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് എടുക്കുക, അതിനെ എയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ എയിൽ നിന്നും 90 ഡിഗ്രി ആദ്യം മാർക്ക് ചെയ്തു. XY തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണ്. സോ ഞാൻ ആ 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു, 2 സെൻറ്റിമീറ്റർ. അതുപോലെ XY തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളതാണ്. സോ നമ്മൾ ഇവിടുന്ന് ആദ്യം ഒരു പെർപെൻഡിക്കുലർ എടുത്തു, 5 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ആണോ, 5 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഇവിടുത്തെ ട്രൂ ലെങ്ത്, ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി. ഈ എ ബിയും ഈ എ ബിയും എപ്പോഴും സെയിം ആയിരിക്കും. ഇനി ഇതിനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക, എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്തു.
അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എ ബിയെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമല്ലോ. ഈ പോയിന്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി. ഇത് വി ടി ആണെങ്കിൽ അല്ലെങ്കിൽ വി ടി ഡാഷ് ആണെങ്കിൽ അത് നേരെ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സ്മോൾ ലെറ്റർ വി ടി. അതുപോലെ ഇത് എച്ച് ടി ആണെങ്കിൽ അതിനെ നേരെ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? എച്ച് ടി ഡാഷ് ആയിരിക്കും. നോക്കിക്കേ, സോ നമ്മൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ നോക്കുക. എ ഡാഷ് ബി ഡാഷ് വി ടി ഡാഷ് എച്ച് ടി ഡാഷ് സെയിം ലൈനിൽ വന്നു. അതുപോലെ എ ബി വി ടി എച്ച് ടി ഒരേ ലൈനിൽ വന്നു. ഈ ആംഗിളാണ് തീറ്റ. സോ ഇങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്.